നമസ്കാരം. ബീഹാറിലെ ജുവലറികളിൽ ഹിജാബിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവിടുത്തെ ജുവലറി ഉടമകളുടെ സംഘടന. ഹിജാബും ബുർഖയും ധരിച്ചെത്തി മോഷണം നടത്തുന്ന സംഭവങ്ങൾ ബീഹാറിൽ വർദ്ധിച്ചതോടുകൂടിയാണ് ഇന്ത്യൻ ജുവലേഴ്സ് ഫെഡറേഷൻ ബീഹാറിൽ ഇത്തരമൊരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കടയിൽ കയറുന്നതിന് മുന്നോടിയായി തന്നെ മുഖം മൂടുന്ന വസ്ത്രങ്ങളും മാസ്കുകളും നീക്കം ചെയ്യണമെന്ന് ജുവലറികളുടെ മുന്നിൽ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളമുള്ള ജില്ലാ പ്രസിഡന്റുമാരുമായി ചർച്ച നടത്തിയതിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്ന് ഓൾ ഇന്ത്യ ഗോൾഡ് ആൻഡ് സ്മിത്ത് ഫെഡറേഷൻ ബീഹാർ പ്രസിഡന്റ് അശോക് കുമാർ പറഞ്ഞു. തീരുമാനം പട്ന സെൻട്രൽ SPയെ ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് കത്തിയവാറിൽ ബീഹാറിൽ ബുർഖ ധരിച്ചുകൊണ്ട് ജുവലറികളിൽ കയറി മോഷണങ്ങൾ നടത്തിയത്. ഇത്തരത്തിലുള്ള നിരവധി മോഷണങ്ങൾ സമീപകാലങ്ങളിൽ തന്നെ ബീഹാറിലൊക്കെ നടന്നിരുന്നു. അടുത്ത സമയത്ത് മറ്റൊരു പീഡനക്കേസ് പ്രതി രക്ഷപ്പെട്ടത് തന്നെ ഇത്തരത്തിൽ ബുർഖ ധരിച്ചുകൊണ്ടാണ്. ഇത്തരത്തിൽ നിരവധി കുറ്റകൃത്യങ്ങൾ ബുർഖ ധരിച്ചുകൊണ്ട് ക്രിമിനലുകൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിരോധനം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബീഹാറിൽ അത്തരത്തിലൊരു സാഹചര്യം കണക്കിലെടുത്ത് അത്തരത്തിലുള്ളൊരു അടിയന്തര സാഹചര്യം, പ്രത്യേകിച്ച് ഇപ്പോൾ സ്വർണത്തിന് വില കൂടി നിൽക്കുന്ന, വളരെ വലിയ വില കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും വെനസ്വേലയുടെ പ്രശ്നത്തിന് ശേഷം സ്വർണത്തിൻ്റെ വില വളരെയധികം കൂടിയിട്ടുണ്ട്. ഏകദേശം 1 ഗ്രാമിന് തന്നെ 12,725 രൂപയാണ് ഇപ്പോഴത്തെ വില. അത്തരമൊരു സാഹചര്യത്തിൽ നിരവധിയായിട്ടുള്ളൊരു മോഷണ ശ്രമങ്ങൾ ഉണ്ടാകാനുള്ളൊരു എല്ലാ സാധ്യതകളും ഇവർ ഇതോടുകൂടി കട്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തി വരുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇനി മേലിൽ ഉണ്ടാകാതിരിക്കാനും ഒരു മോഷണവും ശ്രമവും ബീഹാറിലെ ജുവലറികൾ കേന്ദ്രമാക്കി നടക്കാതിരിക്കാനുമാണ് ഇത്തരത്തിലുള്ളൊരു നിർണായകമായ തീരുമാനം എടുത്തത് എന്ന് അശോക് കുമാർ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.